സുപ്രഭാതം. ഓഗസ്റ്റ് 15 രാവിലെ റോഡിൻ്റെ വശത്ത് ഒരു ചെറിയ ത്രിവർണ പതാക കാറ്റിൽ പാറുന്നുണ്ടാകും. സ്കൂളിൽ കുട്ടികളെത്തും, അവിടെ ആഘോഷങ്ങളുണ്ടാകും, കുട്ടികൾക്ക് മിഠായി വിതരണം നടക്കും. എവിടെയോ ദേശീയ ഗാനം കേൾക്കും, വീടുകളുടെ മുകളിൽ പതാക ഉയരും. ടെലിവിഷനിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നമ്മൾ അഭിമാനത്തോടെ പറയും, നമ്മൾ സ്വതന്ത്രരാണ്. പക്ഷേ ആ വാക്ക് പറയുമ്പോൾ ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം? വിദേശ ഭരണത്തിൽ നിന്ന് മോചിതമായതാണോ സ്വാതന്ത്ര്യം? അത് തീർച്ചയായും സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ അടിമത്വത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ രാജ്യത്തിലെ ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണോ? ഈ ചോദ്യം കുറെ കൂടി ആഴമുള്ളതാണ്. ഒരു ചെറിയ കുട്ടിയെ നോക്കൂ, അവൻ വീട്ടിൽ ഓടി നടന്ന് കളിക്കുന്നു, ചിരിക്കുന്നു. അവന് തോന്നുന്നത് അവൻ സ്വതന്ത്രനാണ് എന്നാണ്. പക്ഷെ വളരുമ്പോൾ നമ്മൾ അവനോട് പറയാൻ തുടങ്ങുന്നു, ആളുകൾ എന്ത് പറയും, അവനെപ്പോലെ ആകരുത്, ഇങ്ങനെ സംസാരിക്കരുത്, ഇത് നിനക്ക് പറ്റില്ല, നല്ല മാർക്ക് വേണം, നല്ല ജോലി വേണം. അവൻ്റെ മകൻ ഇത്രയും ചെയ്തു, അവളുടെ മകൾ അവിടെ എത്തി. അങ്ങനെ ഒരു ദിവസം അവൻ സ്വന്തം ജീവിതം ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർ അംഗീകരിക്കുന്ന ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നു. രാജ്യം സ്വതന്ത്രമാണ്, പക്ഷെ മനസ്സ് അതിപ്പോഴും പല തടവറകളിലായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ തടവറകളിലൊന്ന് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഭയമാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ മടിക്കും, നമുക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ മടിക്കും, നമ്മുടെ അഭിപ്രായം പറയാൻ മടിക്കും. ഇങ്ങനെ ചെയ്താൽ ആളുകൾ എന്ത് പറയും എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണോ അതോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിലാണോ? പക്ഷെ സ്വാതന്ത്ര്യം എന്നത് എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും എന്നതല്ല. അത് സ്വാതന്ത്ര്യമല്ല, അത് ചിലപ്പോൾ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അങ്ങനെ ആയിരുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇന്ത്യയ്ക്ക് ഒരു ഉത്തരവാദിത്വവും ലഭിച്ചു, സ്വയം ഭരിക്കുവാനുള്ള ഉത്തരവാദിത്വം. അതുപോലെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മറ്റൊരാളെ അപമാനിക്കുവാനുള്ള അവകാശമല്ല അത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാതിരിക്കുവാനുള്ള അവകാശമല്ല അത്. എനിക്ക് എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എൻ്റെ തീരുമാനങ്ങളുടെ ഫലം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള അവകാശം ഇല്ല. അത് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 1947 ഓർക്കാതെ കഴിയില്ല. നമുക്ക് ഇന്ന് വളരെ സാധാരണമായി തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ ത്യാഗങ്ങളുണ്ട്. നമുക്ക് ഇന്ന് ദേശീയ പതാക ഉയർത്താൻ കഴിയുന്നത് ഒരിക്കൽ ആ പതാക കയ്യിൽ പിടിച്ചതിൻ്റെ പേരിൽ തന്നെ ജയിൽവാസം അനുഷ്ഠിച്ച മനുഷ്യരുടെ ചരിത്രം കൊണ്ടാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 15 ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് സൗജന്യമായി ലഭിച്ചതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും നമ്മുടേതാണ്. നമ്മുടെ കുട്ടികളോട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകൾ പറയണം, പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി പഠിപ്പിക്കണം. സ്വാതന്ത്ര്യം എന്നത് അവകാശങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ റോഡിലൂടെ വാഹനമോടിക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നിയമം ലംഘിച്ചാൽ അത് സ്വാതന്ത്ര്യമല്ല. മറ്റൊരാളുടെ വഴി അടച്ച് എൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല. സോഷ്യൽ മീഡിയയിൽ എന്തും എഴുതാം എന്ന് കരുതി മറ്റൊരാളുടെ മാന്യത തകർത്താൽ അതും സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്നത് എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക എന്നല്ല, എനിക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ്.
ഇനി മറ്റൊരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പരാജയപ്പെടുമോ എന്ന ഭയം, വിമർശിക്കപ്പെടുമോ എന്ന ഭയം, തള്ളിക്കളയപ്പെടുമോ എന്ന ഭയം, വീണ്ടും തുടങ്ങാൻ വൈകിയോ എന്ന ഭയം. ചിലപ്പോൾ പ്രായം പോലും നമ്മെ തടവിലാക്കും. ഇനി എന്തിനാണ് എന്ന് നമ്മൾ സ്വയം ചോദിക്കും. പക്ഷേ ജീവിതത്തിന് ഒരു പ്രായപരിധിയില്ല. ഒരു പുതിയ തീരുമാനമെടുക്കാൻ, ഒരു തെറ്റ് തിരുത്താൻ, ഒരു സ്വപ്നം പിന്തുടരാൻ, ഒരു ബന്ധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, ഒരു പുതിയ തുടക്കം നടത്താൻ. സ്വാതന്ത്ര്യദിനം തന്നെ ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യം ഒരു പുതിയ യാത്ര ആരംഭിച്ചു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ചിലപ്പോൾ ഒരു പുതിയ സ്വാതന്ത്ര്യ ദിനം ആവശ്യമുണ്ട്. പഴയ ഭയത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ദിവസം, മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് മോചിതനാകുവാനുള്ള ദിവസം, സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുവാനുള്ള ദിവസം, എനിക്ക് കഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ദിവസം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ലോകത്തെ മാറ്റുന്നതല്ല, നമ്മുടെ ഉള്ളിലെ ചില ചങ്ങലകൾ അഴിക്കുന്നതാണ്. ഇന്ന് ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ നമുക്ക് ഒരിക്കൽ നമ്മുടെ ഉള്ളിലേക്കും നോക്കാം. എന്നെ ഇന്നും തടഞ്ഞു നിർത്തുന്ന ഒരു ഭയം ഏതാണ്? മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ ഏത് ചങ്ങലയിലാണ് ഞാനിപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്? എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടുന്നതും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പതാക ഉയർത്താം, ദേശീയഗാനം പാടാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാം. പക്ഷെ അതിനൊപ്പം ഒരു ചെറിയ പ്രതിജ്ഞയും എടുക്കാം. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കും. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കും. ഭയത്തിൻ്റെ പേരിൽ എൻ്റെ ജീവിതം ചെറുതാക്കില്ല. മറ്റുള്ളവരുടെ ജീവിതം നിയന്ത്രിക്കാനും ശ്രമിക്കില്ല. എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മനോഹരമായി കൈമാറും. കാരണം ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ മഹത്വം അത് എത്ര ശക്തമാണ് എന്നതിൽ മാത്രമല്ല, ആ രാജ്യത്തിലെ മനുഷ്യർ എത്ര സ്വതന്ത്രമായി, എത്ര മാന്യമായി, എത്ര ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നു എന്നതിലാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തോടുള്ള അഭിമാനം ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം നിൽക്കാതെ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി തുടരട്ടെ. നമ്മുടെ മനസ്സുകളും സ്വതന്ത്രമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്, വന്ദേ മാതരം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം അഭിമാനവും പ്രതീക്ഷയും പുതിയ ചിന്തകളും നിറഞ്ഞതാകട്ടെ. നന്ദി.